ഹലോ! ഇത് കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം എടുത്ത ഒരു മിനി വ്ലോഗാണ് കേട്ടോ. നമ്മള് വിച്ചുവിന്റെ വീട്ടിലേക്ക് പോവാണ്. കല്യാണത്തിനന്ന് നൈറ്റ് എൻ്റെ വീട്ടിലായിരുന്നു. പിറ്റേ ദിവസമാണ് വിച്ചുവിന്റെ വീട്ടിലേക്ക് പോണ ഒരു ചടങ്ങ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലോസ് റിലേറ്റീവ് എല്ലാവരും കൂടിയിട്ട് എന്നെ വിച്ചുവിന്റെ വീട്ടിൽ കൊണ്ടാക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ ഞാൻ അവരെ തട്ടിൽ തന്ന 2ാം സാരിയും അതുപോലെ തന്നെ കല്യാണത്തിന് വെയർ ചെയ്ത എല്ലാ ഗോൾഡും ഇട്ടിട്ട് പോണ ഒരു ചടങ്ങാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ സാരിയുടെ കൂടെ ഇത്രയും ഗോൾഡ് ഇട്ടത് കേട്ടോ. അങ്ങനെ നമ്മളിതാ വിച്ചുവിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് വിച്ചുവിന്റെ വീട്. വിച്ചുവിന്റെ വീടിന്റെ ഹോം ടൂർ ഒക്കെ ചെയ്യാൻ പറയുന്ന കമന്റ് ഞാൻ കുറേ കണ്ടു. ഞാനൊന്ന് ഫ്രീ ആയിട്ട് അതൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ ദാ എൻ്റെ സ്യൂട്ട് കേസ് എടുത്തിട്ട് മൻവട്ടം പോകുന്നുണ്ട്. നമ്മുടെ എല്ലാ ക്ലോസ് റിലേറ്റീവ്സും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. ഞാൻ ഒരു സ്യൂട്ട് കേസാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ ആയിട്ട് ഇനിയും കുറച്ച് ഡ്രസ്സും കൊണ്ടുവരാനുണ്ട്. അപ്പോൾ ദാ എല്ലാവരും വന്നുകൊണ്ട് തന്നെ അവർ നമുക്ക് സ്നാക്സും അതുപോലെ തന്നെ ജ്യൂസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വിച്ചുവിൻ്റെ അതുപോലെ തന്നെ ക്ലോസ് റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സ് മാറാമെന്ന് വിചാരിച്ചു. കാരണം ഇത്രയും നല്ല സാരിയും ഗോൾഡൊക്കെ ഇട്ടിരിക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ വേഗം പോയിട്ട് സാരി മാറ്റി ചുരിദാർ ഇട്ടു. പിന്നെ ഞാൻ കൊണ്ടുവന്ന പെട്ടിയൊക്കെ ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് അടക്കി പറക്കി വെച്ചു കേട്ടോ അവിടെയൊക്കെ. പിന്നെ ഞാൻ കല്യാണത്തിനന്ന് വന്നപ്പോൾ വീടൊന്നും അങ്ങനെ ഫുള്ളായിട്ട് കാണാൻ പറ്റിയില്ല. കാരണം റിസപ്ഷന് പോകേണ്ട കാരണം വേഗം റെഡിയായി. അതുകൊണ്ട് ഒന്ന് ചുറ്റി കണ്ടിട്ട് പോന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ ടെറസിലേക്ക് കയറിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ വലിയച്ഛനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ കണ്ടു. അത് കണ്ടു കഴിയുമ്പോഴേക്കും നമുക്ക് ഉച്ചത്തെ ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. ഉച്ചത്തെ ഫുഡ് ഇന്ന് ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ സദ്യയുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം എൻ്റെ ഫാമിലി ഇരുന്നു. അതിന് ശേഷമാണ് വിച്ചുവിൻ്റെ ഫാമിലി ഇരുന്നത്. വിച്ചുവിൻ്റെ ഫാമിലിയുടെ കൂടെ ഞാനിരുന്നു കേട്ടോ. ബിരിയാണി പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം എല്ലാവരും കൂടി സംസാരിച്ചിരുന്നപ്പോഴേക്കും പോകാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്നെ ഇവിടെ ആക്കിയിട്ട് അവരെല്ലാവരും പോയിട്ടോ. ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ പിള്ളേരായിട്ട് ഞാൻ അങ്ങോട്ട് സെറ്റായി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബാക്കി വീഡിയോസ് വഴിയേ വരുന്നുണ്ട് കേട്ടോ.